നമസ്കാരം. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊസ്തഫ ഖമേനിയുടെ ചിത്രങ്ങൾ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്കൊപ്പം ഒരു പൊതു ചിത്രത്തിൽ ഇടം പിടിച്ചത് വലിയ അഭ്യൂഹങ്ങൾക്ക് വഴിവെക്കുകയാണ്. ഇപ്പൊ പുറത്തെത്തിയിരിക്കുന്ന വിവാദങ്ങളുടെ മൂല കാരണവും ഇറാനിയൻ നഗരമായ മഷാദിൽ പുതിയതായി അനാച്ഛാദനം ചെയ്ത ഒരു ചുവർ ചിത്രമാണ്. ആ ചിത്രത്തിൽ അമേരിക്കയുടെ ആക്രമണത്തിൽ മരണമടഞ്ഞവരുടെ ചിത്രത്തിനൊപ്പമാണ് ഈ ചിത്രവും എത്തിയിരിക്കുന്നത്. ഈ ചിത്രങ്ങളുടെ അനാവരണ ചടങ്ങ് വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. ചിത്രത്തിന്റെ അനാവരണ ചടങ്ങിൽ IRGCയുടെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. നിലവിലെ പരമോന്നത നേതാവ് എന്നതുകൊണ്ടാകാം മൊസ്തഫ ഖമേനിയുടെ ചിത്രം ഉൾപ്പെടുത്തിയതെന്നും സമൂഹ മാധ്യമങ്ങൾ ചിലർ വാദിക്കുന്നുണ്ട്. തന്റെ പിതാവിന്റെ മരണശേഷം അധികാരമേറ്റ മൊസ്തഫ ഖമേനി ഇതുവരെയും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ എഴുതി തയ്യാറാക്കിയ രീതിയിൽ മാത്രമാണ് പുറത്തുവരുന്നത്. ഫെബ്രുവരിയിൽ നടന്ന ആദ്യഘട്ട ആക്രമണങ്ങൾ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെന്നും അദ്ദേഹം അബോധാവസ്ഥയിലാണ് എന്നും ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റതായും സംസാരശേഷി നഷ്ടപ്പെട്ടതായും ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ ഒരു കാലിന് 3 തവണ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞുവെന്നും ഒരു കൈക്കും ശസ്ത്രക്രിയ ആവശ്യമായി വന്നുവെന്നാണ്. മുഖത്തും ചുണ്ടുകളിലും ഗുരുതരമായി പൊള്ളലേറ്റതിനാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ വലിയ പ്രയാസമാണ്. പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷമേ ഇത് പൂർണ്ണമായും പരിഹരിക്കാനാകൂ എന്നും ദുർബലനായി പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നും അതുകൊണ്ടാണ് ഔദ്യോഗിക സന്ദേശങ്ങൾ കൈപ്പടയിൽ എഴുതി മുദ്രവെച്ച കവറുകളിലാക്കി രഹസ്യമായി കാറുകളിലും മോട്ടോർ സൈക്കിളിലും എത്തിക്കുന്ന ഹ്യൂമൻ ചെയിൻ വഴിയാണ് ആശയവിനിമയം നടക്കുന്നത്. ഇസ്രായേൽ തന്നെ പിന്തുടർന്ന് വധിക്കുമെന്ന് ഭയപ്പെടുന്നതിനാലാണ് ഉന്നത ഉദ്യോഗസ്ഥർ പോലും അദ്ദേഹത്തെ സന്ദർശിക്കാൻ തയ്യാറാകുന്നില്ല എന്നായിരുന്നു റിപ്പോർട്ട്. എന്തായാലും പരമാധികാരിയുമായുള്ള ആശയവിനിമയം തടസ്സപ്പെട്ടതോടെ ഇറാന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ജനറലുകൾ നിർണായകമായി ശക്തിയായി മാറി. യുദ്ധം, നയതന്ത്രം, ദേശീയ സുരക്ഷ എന്നീ വിഷയങ്ങൾ ഇപ്പോൾ സൈന്യമാണ് അന്തിമ തീരുമാനമെടുക്കുന്നത്. നേരത്തെ പരമാധികാരിയിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന അധികാരം ഇപ്പോൾ ഒരു കൂട്ടം സൈനിക ജനറലുകൾക്ക് മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകരാണ് ഇക്കാര്യം വിലയിരുത്തുന്നത്. എന്തായാലും ഇറാനിൽ സാധാരണയായി കൊല്ലപ്പെട്ടവരെ ആദരിക്കാനാണ് ഇത്തരം ചുവർ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന നേതാക്കളുടെ ചിത്രം ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവർക്കൊപ്പം നൽകുന്നത് അസാധാരണമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ ഗവൺമെന്റോ ഔദ്യോഗിക മാധ്യമങ്ങളോ ഈ ചുവർ ചിത്രത്തെക്കുറിച്ചോ മൊസ്തഫ ഖമേനിയുടെ ആരോഗ്യ നിലയെക്കുറിച്ചോ നേരിട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം സുരക്ഷിതനാണെന്നും ഭരണകാര്യങ്ങൾ ഏർപ്പെടുന്നുണ്ട് എന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. ഇസ്രായേൽ ചാര സംഘടനകൾ തന്റെ സ്ഥാനം കണ്ടെത്തുമെന്ന ഭയത്താലാണ് അദ്ദേഹം ഒളിവിൽ കഴിയുന്നത് എന്നാണ് ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അമേരിക്കയും ഇറാനും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ നേതാവിനെ കുറിച്ചുള്ള ഇത്തരം വാർത്തകൾ ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കപ്പെടുന്നത്.